8.5 സെന്റ് സ്ഥലം 1550 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ്, 2 നില വീട്, 65 ലക്ഷം രൂപ ചോദിക്കുന്നു. കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം റോഡിൽ KK റോഡിൽ നിന്നും ഏകദേശം 1/4 കിലോമീറ്റർ ദൂരം മാത്രം മാറിയിരിക്കുന്ന 26 ഹോസ്പിറ്റലിനൊക്കെ അടുത്തായിട്ട് വരുന്ന രീതിയിൽ ഏറ്റവും നല്ല മനോഹരമായി 8.5 സെന്റ് സ്ഥലത്തിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങളാണ്. 65 ലക്ഷം രൂപ ചോദിക്കുക മാത്രം. 2 നില വീട്, കിണർ വെള്ളം, ഇഷ്ടം പോലെ കിണർ വെള്ളമുള്ള ഒരു മേഖല. അതുപോലെ തന്നെ ബസ് റോഡിൽ നിന്നും 100 മീറ്റർ പോലും ദൂരമല്ല, 3 പ്ലോട്ടിന്റെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം. നേരിട്ട് കാണാം. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാൻ മറക്കരുത്, മടിക്കരുത്. മാനേജർ ഹോംസിന്റെ പുതുപുത്തൻ എപ്പിസോഡ്. ഇതാ 2 നില വീടാണ് ഇന്ന് ഇവിടെ കാണിക്കുക. 8.5 സെന്റ് സ്ഥലമാണ്. 8.5 സെന്റ് സ്ഥലത്തിൽ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കിണറൊക്കെ ഉള്ള നല്ല ഒരു വീട്. ഈ മുറ്റമെല്ലാം ഇന്റർലോക്ക് പാകിയിരിക്കുന്ന നല്ലൊരു വീട്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട്. ആ വീടാണ് മീനച്ചിൽ ഹോംസ് ഇന്ന് നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ആ വീടാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ നല്ല ഒരു വ്യൂവിലിരിക്കുന്ന നല്ലൊരു വീട്. അപ്പോൾ ഇവിടെ കിണർ വെള്ളം സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ബസ് റോഡിൽ നിന്നും 100 മീറ്റർ ദൂരം എന്ന് പറഞ്ഞാൽ അത് കൂടുതലായി പോകും. അത്രയും തൊട്ടടുത്താണ് ബസ് റോഡുമായിട്ടുള്ള ദൂരം. കിണർ ഇഷ്ടംപോലെ വെള്ളം ലഭിക്കും. ഉരുൾപൊട്ടൽ ഭീഷണികളോ വെള്ളപ്പൊക്ക ഭീഷണികളോ ഒന്നുമില്ല എന്നുള്ളതാണ്. ഇത് ആ കാണുന്ന കെട്ടിടത്തിൻ്റെ ഫ്രണ്ട് വശമാണ് ബസ് റോഡ്. അപ്പോൾ അത്രയും തൊട്ടടുത്ത് ഹൈവേയുമായി അത്രയും തൊട്ടടുത്ത് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, കോളേജുകൾ എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും, കടകൾ, എല്ലാ സൗകര്യങ്ങളും വളരെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു കിടുക്കൻ വീടിൻ്റെ കിടുക്കൻ ദൃശ്യങ്ങൾ. ഇതാ നമ്മൾ വീടിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ വന്ന സമയത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കറണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നമ്മളിപ്പോൾ ഒരിടത്തും വെയിറ്റ് ചെയ്യാറില്ല. കാരണം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണ് കറണ്ട് വരിക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കറണ്ട് ഓണാക്കാതെ തന്നെ, ലൈറ്റ് ഇല്ലാതെ തന്നെ ഉള്ള വീഡിയോയാണ് ഇവിടെ കാണിച്ചിരിക്കുക. ഇതൊരു സൈഡിലെ ഭിത്തി മുഴുവൻ പാനൽ ചെയ്തുകൊണ്ട് അതിമനോഹരമാക്കിയിരിക്കുന്ന നല്ല ഒരു വീട്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഓപ്പൺ ഏരിയയാണ് ഇത്. നമ്മുടെ സ്വീകരണമുറിയിൽ റൊട്ടേറ്റ് ചെയ്യാവുന്ന TV യൂണിറ്റ്, അവിടുന്ന് ഡൈനിങ് ഏരിയ, സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് കാണാം, വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം. ആ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് കയറാം. 65 ലക്ഷം രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിൾ എന്നാണ് ഈ വീടിൻ്റെ വില നിലവാരം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ടോയ്ലറ്റ് വന്നിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെയാണ് വന്നിരിക്കുക. എക്സോസ് ഫാന് കാര്യങ്ങൾ എല്ലാം ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പാർട്ടീഷൻ വർക്ക് നമുക്കിവിടെ കാണാം. ഇവിടെ സ്റ്റെയർ കേസ് മുകളിലോട്ട് കയറുവാൻ, അവിടെ തന്നെ വാഷ് ഏരിയ, സ്റ്റെയർ കേസിന് സമീപത്തായിട്ട് തന്നെ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളുമായിട്ട് ഒരു പ്രത്യേക അകലം പാലിച്ചുകൊണ്ടുള്ള വാഷ് കൗണ്ടറാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുക. കാരണം ഡൈനിങ് ഹാളിലിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒരാൾ വാഷ് ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് അസ്വസ്ഥത ഉണ്ടാകാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുക. ഓപ്പൺ കിച്ചണാണ് ഇവിടെ വന്നിരിക്കുക. ഇവിടെ നമുക്ക് ഈ ബെഡ്റൂം കാണാം. ഈ ബെഡ്റൂം തടി കൊണ്ടുള്ള ഡോറുകൾ തന്നെയാണ്. എല്ലാം ജനൽപ്പാളികൾ എല്ലാം തടി കൊണ്ട് തന്നെയാണ്. ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. കബോർഡിൻ്റെ ഗ്ലാസ് അല്ലെങ്കിൽ കബോർഡിൻ്റെ ഡോറുകളിൽ നമുക്ക് ഇനിയും പേപ്പറൊക്കെ പൊളിച്ച് നിങ്ങളുടെ ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഈ ബെഡ്റൂമിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് ഈ കാണുന്നത്. നമുക്കറിയാം കാഞ്ഞിരപ്പള്ളിയും മുണ്ടക്കയവും വലിയ സിറ്റിയാണ്. അതുപോലെ തന്നെ പാറത്തോട്, അതുപോലെ തന്നെ 26 ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന 26 എന്ന് തന്നെയാണ് അവിടെ അറിയപ്പെടുക. അപ്പോൾ 26 ഇതെല്ലാം നല്ല വലിയ സിറ്റികൾ തന്നെയാണ്. എല്ലാ സിറ്റികളോടും സമീപത്തായിട്ട് അതുപോലെ തന്നെ കൂവപ്പള്ളി എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. 26 ഹോസ്പിറ്റൽ വളരെ പ്രസിദ്ധമായ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ എല്ലാമായിട്ട്, കോളേജുകൾ എല്ലാമായിട്ട് 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ ഡിസ്റ്റൻസുകളിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന എല്ലാ ആരാധനാലയങ്ങളും തൊട്ടടുത്ത് തന്നെയൊക്കെ കിട്ടാവുന്ന രീതിയിൽ ലഭിക്കുന്ന രീതിയിൽ, അത് ക്രിസ്ത്യൻ ചർച്ചുകളാവട്ടെ, അമ്പലങ്ങളാവട്ടെ, അത് മുസ്ലിം പള്ളികളാവട്ടെ, അങ്ങനെയുള്ള എല്ലാ ആരാധനാലയങ്ങളും അടുത്ത് തന്നെ കിട്ടാവുന്ന രീതിയിലും ഉള്ള ഒരു വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്.
നല്ലൊരു കിച്ചൺ നമ്മൾ കണ്ടു. നല്ലൊരു വർക്ക് ഏരിയയിലേക്കാണ് നമ്മൾ കയറുന്നത്. അതും ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു വർക്ക് ഏരിയ. ലൈറ്റ് ഇല്ലാതെ വീഡിയോ എടുത്തു എന്നുള്ളതാണ് ഒരേ ഒരു കുറവ്. നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഇട്ടായിരുന്നെങ്കിൽ ഇതൊന്നുകൂടി മനോഹരമായിരുന്നേനെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ ഇത് പുകയില്ലാത്ത അടുപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ള, നമ്മൾ സാധാരണഗതിയിൽ പാലാ ഏരിയയിലൊക്കെ വീടുകൾ അവതരിപ്പിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു വീടാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീട് ഇവിടെ കണ്ടുകൊണ്ട് നമുക്കിനി മുകളിലത്തെ നിലയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. മുകളിലത്തെ ബാൽക്കണിയൊക്കെ പല രീതിയിലും ബാൽക്കണി സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കും നമുക്ക് കാണാം. ഡബിൾ ഹൈറ്റ് ഇട്ടാണ് വാർത്തിരിക്കുന്നത് പല സൈഡിലും. അതുകൊണ്ട് തന്നെ വീടിനകത്ത് ചൂട് കുറയുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്കിനി മുകളിലത്തെ നിലയിലേക്ക് പോകാം. അവിടെ ഒരു ബെഡ്റൂമാണുള്ളത്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് മീനച്ചിൽ ഹോംസ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുക. 2 ഡോറ് കാണാം. ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്കാണ് നമ്മൾ ഇറങ്ങുക. ഇതാണ് നമ്മൾ താഴെ നിന്ന് കണ്ട ഡബിൾ ഹൈറ്റ് ചെയ്തിരിക്കുന്ന ബാൽക്കണി സൗകര്യങ്ങളൊക്കെ. നല്ലൊരു ബാൽക്കണിയാണ്. ഇനിയും ഈ വീട് ഇൻറ്റീരിയർ വർക്കുകളൊക്കെ കൂടുതൽ ചെയ്ത് കൂടുതൽ മനോഹരമാക്കി എടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഡോറ് തുറന്ന് നമുക്കൊന്ന് പുറത്തേക്ക് നോക്കാം. ഇതാണ് ഓപ്പൺ ടെറസ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു റൂഫ് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാൻ, അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് എടുക്കേണ്ടാത്ത സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്നിടാനൊക്കെ പറ്റും. വീണ്ടും ബാൽക്കണി, നമ്മൾ വീടിനകത്തെ ബാൽക്കണി സൗകര്യങ്ങൾ കാണുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ഈ മേളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ആ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് ഇന്ന് പോവുകയാണ്. ഈ ബെഡ്റൂമിൻ്റെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത് ഓപ്പൺ ആയിട്ടൊരു ഏരിയ നിൽക്കുന്നു. ഇവിടെ നല്ല വ്യൂ ആയതുകൊണ്ട് ഇവിടെ ഗ്ലാസ് ആണ് ഇടുന്നത്, ഗ്ലാസ് ഇട്ട് തരുന്നതാണ്. അതുപോലെ തന്നെ ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. എക്സോസ് ഫാൻ പോലെയുള്ള എല്ലാ കാര്യങ്ങളും, ക്ലോസറ്റ്, വാഷ് ബേസിന്, എക്സോസ് ഫാന്, ഷവർ എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ബാത്റൂമുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലാസ് ഇടുന്ന ഏരിയ. ഇവിടെ ഒരു ബാൽക്കണിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ് തുറന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു സെറ്റിങ്സാണ് ഇവിടെ വരിക. വീണ്ടും നമ്മൾ ഈ ബെഡ്റൂം കണ്ടു. ഇനി നമ്മൾ ഈ വീടിൻ്റെ ബാൽക്കണി കണ്ടുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും, ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത്. ഡിജിറ്റൽ മേഖലയിൽ ഏറ്റവും ആദ്യമായിട്ട് ഡിജിറ്റൽ മേഖലയിൽ മാർക്കറ്റ് ചെയ്തുകൊണ്ടുള്ള വീഡിയോകൾ അവതരിപ്പിച്ചുകൊണ്ട് റിയൽ എസ്റ്റേറ്റിൽ വന്നിരിക്കുന്ന ആദ്യ ഏജൻസിയാണ് മീനച്ചിൽ ഹോംസ്. അത് കേരളത്തിൽ തന്നെ ആദ്യത്തെ ഏജൻസിയാണ് മീനച്ചിൽ ഹോംസ്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഈ വീടും സ്ഥലവും കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയോടൊപ്പം ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.